നമസ്കാരം. മാസ്റ്റർ ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ദയവായി ഇത്തരത്തിലുള്ള വീഡിയോയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് കൂടെ നൽകുക. ഓക്കെ, നമുക്ക് പഠിക്കാൻ തുടങ്ങാം. Live as if you were to die tomorrow. Learn as if you were to live forever. നമ്മളിൽ പലരും ഇപ്പോൾ ഇനി നാളെ മറ്റന്നോ കൊറോണ എങ്ങാനും വന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി ഇപ്പോൾ പലരും പഠിക്കാതിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരീക്ഷ ഇനി എന്നാണെന്ന് അറിയില്ല, അപ്പോൾ ഇനി വരുമ്പോൾ പഠിക്കാം, അല്ലെങ്കിൽ ഈ കൊറോണയുടെ ഒക്കെ തിരക്കൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കുന്ന പലരും ഓർക്കുക, നിങ്ങളുടെ ഒന്നിച്ച് തന്നെ കൂടെ ഒരുപാട് ആളുകൾ നല്ല വൃത്തിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാണ്ട് കൊറോണയും വിചാരിച്ച് വീട്ടിലിരുന്ന് ഈ കിട്ടുന്ന സമയം വെറുതെ പാഴാക്കി കളഞ്ഞാൽ പിന്നീട് വിഷമിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ലീവ് ആസ് ഇഫ് യു വെർ ടു ഡൈ ടുമോറോ എന്നല്ല, നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ PSC പരീക്ഷ വരും എന്നുള്ള വിചാരത്തിൽ നിങ്ങൾ പഠിക്കുക. അതുപോലെ ഇന്ന് പഠിക്കുന്ന ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ ആ പരീക്ഷയ്ക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പിച്ച് അത്രയും തറായിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഡിസോർഡേഴ്സാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് പ്രോബ്ലംസ് വരുന്നത് ഒന്നുകിൽ അതിൻ്റെ ഓവർ സെക്രീഷൻ ആവാം, അല്ലെങ്കിൽ അണ്ടർ സെക്രീഷൻ ആവാം. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിനും ഈ രണ്ട് പ്രശ്നങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഹൈപ്പോതൈറോയിഡിസം. നമുക്കറിയാം T3 T4 പ്രൊഡക്ഷൻ കുറയുന്നതാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം കുട്ടികളിൽ എന്താണ് പറയുക, ക്രെറ്റിനിസം. നമുക്കെല്ലാം അറിയാവുന്നതാണ്, എങ്കിലും നമുക്ക് ഓർമ്മ കാണില്ല ചിലപ്പോൾ. അപ്പോൾ ക്രെറ്റിനിസം ഇൻ കുട്ടികൾ എന്ന് ഓർക്കുക. ക്രെറ്റിനിസം ഇൻ കുട്ടികളിലാണ് ക്രെറ്റിനിസം കാണുന്നത്. ക്രെറ്റിനിസം കുട്ടികളിൽ കാണുമ്പോൾ മുതിർന്നവരിൽ ഹൈപ്പോതൈറോയിഡിസം എങ്ങനെയാണ് അറിയുന്നത്? മിക്സ് എഡിമ ഓഫ് ദ ഫേസ് ആൻഡ് എക്സ്ട്രിമിറ്റീസ് ആണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചർ. അതുകൊണ്ടാണ് മിക്സ് എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണൊരു കുട്ടി. അപ്പോൾ ഇതിനെ കാണുമ്പോൾ എന്താണ് പ്രശ്നങ്ങളുള്ളത്, എന്തിനൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക? നമുക്കറിയാം തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഫംഗ്ഷനൊക്കെ നമ്മൾ പഠിച്ചാണ്. മെറ്റബോളിസമാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ, തൈറോയ്ഡ് ഹോർമോണിൻ്റെ. അപ്പോൾ ആ മെറ്റബോളിക് ആക്ടിവിറ്റി നമുക്ക് തീരെ കുറയും. അപ്പോൾ മെറ്റബോളിസം കുറയുന്നതുകൊണ്ട് എന്താണ്, നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് കുട്ടികളിൽ ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലൊരു കുട്ടിയാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന ഹൈപ്പോതൈറോയിഡിസത്തിന് പറയുന്ന പേരാണ് ക്രെറ്റിനിസം. മാറിപ്പോരുത്, ഒരുപാട് ഗ്ലാൻഡും ഒരുപാട് ഹോർമോണും ആകുമ്പോൾ നമ്മൾ ഡിസോർഡേഴ്സ് മറക്കരുത്. നമുക്ക് അറിയാം ഇൻസുലിൻ്റെ അഭാവം നമുക്ക് ഡയബറ്റീസ് ഉണ്ടാക്കുന്നുള്ള കാര്യം അറിയുന്ന പോലെ തന്നെ അത്രയും തറവായിട്ട് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. എന്താണ് ഹൈപ്പോതൈറോയിഡിസം കുട്ടികളിലെ, ക്രെറ്റിനിസം അഡൾട്ടിൽ മിക്സ് എഡിമ. അതുപോലെ മിക്സ് എഡിമ വന്ന എക്സ്ട്രിമിറ്റീസ് ആണ് ഈ കാണുന്നത്, ഫേസിലുണ്ടായി ഇതേപോലെ തന്നെ. അപ്പോൾ ഈ ക്രെറ്റിനിസം വരാൻ മെയിനായിട്ടുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ എന്താണ്, നമുക്കറിയാം സീ ഫുഡിൽ ഒരുപാട് അയഡിൻ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ സീ ഫുഡ് ഒത്തിരി കഴിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രോബ്ലംസ് വളരെ കുറവാണ്. പക്ഷേ സീ ഫുഡ് അധികം കിട്ടാത്ത ആളുകളിൽ, അത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ കുട്ടികൾക്ക് ഇങ്ങനെ ക്രെറ്റിനിസം വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെയധികം വ്യാപകമായി അത്തരം ഏരിയകളിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എൻഡോക്രൈൻ ഡിസോർഡറാണ് ക്രെറ്റിനിസം. ഓക്കെ, അഡൽട്ടിൽ കാണുന്നതാണ് മിക്സ് എഡിമ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കോസസ്? ഈ ഹൈപ്പോതൈറോയിഡിസം, തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രേഷൻ കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് ഡിസീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാഷിമോട്ടോസ് ഡിസീസ്, ഇറ്റ് ഇസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഓർ ഡിസോർഡർ ഓഫ് തൈറോയിഡ്. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആണ് ഹാഷിമോട്ടോസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. ഇത് ഏതിന് കാരണമാകുന്നു? ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകുന്നു. നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൽ പഠിക്കുമ്പോൾ വേറൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഹാഷിമോട്ടോസ് ഡിസീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മ്യൂണിറ്റി നമുക്കറിയാം, രോഗങ്ങൾക്കെതിരെ നമ്മുടെ ശരീരത്തിന് ബലം നൽകുന്ന, ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആ ഒരു എബിലിറ്റിയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആൻറ്റിബോഡീസ് ഉണ്ടാവും. ഓഫ് കോഴ്സ് ആ ആൻറ്റിബോഡീസിൻ്റെ ഹെൽപ്പോട് കൂടി ആൻറ്റിജനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡി തോൽപ്പിക്കുന്നു. എന്നാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ എന്താ സംഭവിക്കുക? ആൻറ്റിജൻ നമ്മുടെ എതിരെ ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മുടെ ബോഡിയിലെ മറ്റു ചില സെല്ലുകൾക്ക് എതിരായി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു.
അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് അത്തരത്തിലുള്ള ഡിസോർഡർ ഉണ്ട്. അതിലൊന്നാണ് ഹാഷിമോട്ടോസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇവിടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ എതിരായിട്ട് ആക്ട് ചെയ്യുന്ന കുറച്ച് ആൻറ്റിബോഡീസ് ഉണ്ടാവുന്നു. അത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ആക്ട് ചെയ്ത് അതിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നു. അപ്പം അത്തരത്തിലുള്ള ഡിസീസാണ് ഹാഷിമോട്ടോസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. സോ ഹാഷിമോട്ടോസ് ഡിസീസ് ഈസ് എ കോസ് ഫോർ ഹൈപ്പോതൈറോയിഡിസം. തൈറോയ്ഡ് ഗ്ലാൻഡ് കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള, തൈറോയ്ഡ് ഹോർമോൺ കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസോർഡറാണ് ഹാഷിമോട്ടോസ് ഡിസീസ്. പിന്നെ നമുക്കറിയാം സിവിയർ അയഡിൻ ഡെഫിഷ്യൻസി, അയഡിൻ കുറവായിരിക്കുന്നൊരവസ്ഥ. ദെൻ ഇയാട്രോജനിക് അല്ലെങ്കിൽ ഇയാട്രോജനിക് എന്താണിത്? സർജിക്കൽ റിമൂവൽ ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അല്ലെ, ഇയാട്രോ മീൻസ് സംതിങ് ഫ്രം എക്സ്റ്റേണൽ. ഒന്നുകിൽ സർജിക്കലി നമ്മൾ ആ തൈറോയ്ഡ് ഗ്ലാൻഡിനെ റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആൻറ്റി തൈറോയ്ഡ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വർക്ക് അല്ലെങ്കിൽ ഫങ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി തൈറോയ്ഡ് മെഡിക്കേഷൻസ്, എന്താണ് മെത്തിമസോൾ എന്ന് പറഞ്ഞ പോലെ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. അത് ഒരുപാട് കാലം കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് ഈ ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ റേഡിയേഷൻ അടിക്കുക, റേഡിയേഷൻ അടിച്ച് തൈറോയ്ഡ് സെല്ലുകളൊക്കെ ഡാമേജ് ആയി പോയാലും ഈ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായേക്കാം. അപ്പോൾ ഇത് കുട്ടികളിൽ കാണുന്നത് ക്രെറ്റിനിസം, മുതിർന്നവരിൽ കാണുന്നത് എന്താണ്? മിക്സഡിമ. ക്രെറ്റിനിസം ഇൻ കുട്ടികൾ, മിക്സഡിമ ഇൻ അഡൾട്ട്. മിക്സഡിമ, എഡിമ പേര് തന്നെ ഉണ്ട്, മിക്സഡിമ, എഡിമ, അല്ലേ, വീക്കം ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസും പഠിക്കാനുണ്ട്. ഇതിൽ അറിഞ്ഞു വെക്കുക, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് എഴുതുക. സൈൻസ് ആൻഡ് സിംറ്റംസ് പഠിക്കുന്നതിന് മുമ്പ് ഹൈപ്പോതൈറോയിഡിസം എന്തായിരിക്കും എന്നുള്ള നമ്മൾ ഐഡിയ വേണം. എന്താണ്? ഇറ്റ് ലോവേഴ്സ്, ഹൈപ്പോതൈറോയിഡിസം ലീഡ്സ് ടു ലോവേർഡ് മെറ്റബോളിക് ആക്ടിവിറ്റി. നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസത്തിനെ അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? പ്രൊഡക്ഷൻ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെല്ലാം എന്താണ്, കോംപ്ലക്സ് മോളിക്യൂൾസ് നമ്മൾ കഴിച്ച് അതിൽ നിന്നും എനർജി റിലീസ് ചെയ്ത് ആ എനർജി അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഉപയോഗിച്ച് വളരുന്നു, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. അതാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോസസ്സിനെ മൊത്തം എഫക്റ്റ് ചെയ്യുന്നതാണ് ഇത്, ഈ ഹൈപ്പോതൈറോയിഡിസം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായിരിക്കും? പേഷ്യൻറ്റിന് തണുപ്പൊട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ബോഡി പൊതുവെ തണുപ്പ് തന്നെയായിരിക്കും, ബോഡി മെറ്റബോളിസം കുറവായിരിക്കും. അപ്പോൾ തീരെ തണുപ്പിന് സഹിക്കാൻ പറ്റും. ഇൻടോളറൻസ് ടു കോൾഡ്. പിന്നെ എല്ലാ ആക്ടിവിറ്റീസും സ്ലഗ്ഗിഷ് ആയിരിക്കും എല്ലാം, അല്ലെ. ബ്രാഡിക്കാർഡിയ, എന്താണ്, ഹാർട്ട് കാർഡിയാക് പമ്പിങ് കുറവായിരിക്കും, ബ്രാഡിക്കാർഡിയ വരും. പിന്നെന്താണ്, അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും, ഹെയർ ലോസ്, വിശപ്പില്ലായ്മ, എപ്പതി ആബ്സെൻസ് ഓഫ് ഫീലിംഗ്, ലെഥാർജി, ഡ്രൈ സ്കിൻ, മസിൽ ഏക്സ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ, അല്ല എന്താണ്, ഇൻറ്റെസ്റ്റൈനൽ മോട്ടിലിറ്റി ഇല്ല, അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ പിക്ചർ ഒന്ന് ഓർക്കുക. തണുപ്പ്, ഒരു പുതച്ചിരിക്കുന്ന ഒരാൾ, മനുഷ്യൻ, അല്ലേ. പിന്നെ എഡിമ ഓഫ് ദ ഫേസ് ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റീസ് ഉണ്ടാവാൻ വേറൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഈ പിക്ചർ വെച്ച് തന്നെ നമ്മളൊന്ന് ഓർത്തെടുക്കുക. മെയിനായിട്ടുള്ളത് ഇൻടോളറൻസ് ടു കോൾഡ്, കോൺസ്റ്റിപ്പേഷൻ. ഇനി ഹൈപ്പർ തൈറോയിഡിസം വരുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അവിടെ കാണുക. ഓൾമോസ്റ്റ് മെനി ഫീച്ചേഴ്സ് ആർ ഓപ്പോസിറ്റ് ഇൻ ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഹൈപ്പോ തൈറോയിഡിസം. ഓക്കെ, അപ്പോൾ പറഞ്ഞു ഇൻടോളറൻസ് ടു കോൾഡ്, ബ്രാഡിക്കാർഡിയ, പൾസ് റേറ്റ് കുറവ്, അല്ലെ, ബിലോ 60, പഫ്നെസ്, എഡിമ, മെൻസ്ട്രൽ ഡിസ്റ്റർബൻസ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. ഇതൊക്കെയാണ് സൈൻസ് ആൻഡ് സിംറ്റംസ്. ഇനി മാനേജ്മെന്റ് എന്തൊക്കെയാണ്? മാനേജ്മെന്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. തൈറോയ്ഡ് റീപ്ലേസ്മെന്റ്, അതായത് തൈറോയ്ഡ് ഹോർമോൺ റീപ്ലേസ്മെന്റ് നടത്തുന്നു. അതായത് നമുക്കറിയാം ലീവോ തൈറോയ്ഡ്, അല്ലെ, സിൻതൈറോയിഡ്, തൈറോയ്ഡ് മെഡിക്കേഷൻസ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നു. പിന്നെ ലോ കാലോറി, ലോ കൊളസ്ട്രോൾ, ലോ സാച്ചുറേറ്റഡ് ഫാറ്റ് ഡയറ്റ്. എന്തുകൊണ്ടായിരിക്കും ലോ കൊളസ്ട്രോൾ, ലോ സാച്ചുറേറ്റഡ് ഫാറ്റ് ഡയറ്റ്? അതായത് മെറ്റബോളിസം ഒക്കെ കുറവാണ്, അപ്പോൾ പേഷ്യൻറ്റിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലോ കാലോറി, ലോ കൊളസ്ട്രോൾ, ലോ സാച്ചുറേറ്റഡ് ഫാറ്റ് ഡയറ്റ് ആണ് കൊടുക്കുന്നത്. കൂടാതെ കോൺസ്റ്റിപ്പേഷൻ മാനേജ്മെന്റ് നമ്മൾ വേണ്ടിവരും. അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻ അല്ലെങ്കിൽ ഡയറ്റ്, അല്ലെ, ഹൈ റഫേജ് കണ്ടന്റ് ഡയറ്റ്, അതൊക്കെയാണ് ഇതിൻ്റെ മാനേജ്മെന്റ്. അപ്പോൾ ഈ ഡിസീസിൻ്റെ പേര് മാത്രമാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്രെറ്റിനിസം ഇൻ കുട്ടികൾ, പിന്നെ മെയിൻ ഫീച്ചേഴ്സ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ മാനേജ്മെന്റ്.
ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹൈപ്പർ തൈറോയിഡിസം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് തൈറോടോക്സിക്കോസിസ്. ടോക്സിക്കോസിസ്, തൈറോടോക്സിക്കോസിസ്, ഒരു സ്പെല്ലിംഗ് ചെറിയ പ്രോബ്ലം ഉണ്ട്, SIS ആണ്. ഡ്യൂ ടു എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് T3 T4 ആണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പോൾ ഹൈപ്പർ ആണ്, കൂടുതൽ സെക്രീഷൻ ഉണ്ടാവുന്നത്. ഇതിൻ്റെ കാരണങ്ങളാണിത്: ഗ്രേവ്സ് ഡിസീസ്, ടോക്സിക് നോഡുലാർ ഗോയിറ്റർ, അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിലെ നോഡ്യൂൾസ് ഓവർ ആക്റ്റീവ് ആയിട്ട് കൂടുതൽ T3 T4 പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ടോക്സിക് നോഡുലാർ ഗോയിറ്റർ എന്ന് പറയുന്നത്. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. മൂന്നാമത്തത് തൈറോയിഡ് അഡിനോമ, ചെറിയ ബിനൈൻ ട്യൂമേഴ്സ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉണ്ടാവുന്നു. അവിടെ നിന്നും ഒത്തിരി തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നു. ഈ ഗ്രേവ്സ് ഡിസീസ് ആണ് എന്താ? എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഇതെന്താണ്? ഡിസീസ് ഓൾസോ an ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ലേ? ഇവനാണ് ഗ്രേവ്സ് ഡിസീസ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താണ്, ഭീതി ജനിപ്പിക്കുന്ന ഒരു ലുക്കാണ് അല്ലേ? എക്സോഫ്താൽമിക് ഗോയിറ്റർ. അപ്പോൾ ഇത് റോബർട്ട് ഗ്രേവ് എന്നുള്ളൊരു ഡോക്ടറാണ് ഇതിൻ്റെ പ്രോസസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തത്. അതുകൊണ്ടാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പിക്ചർ നമ്മൾ ഓർത്ത് വെക്കണം. ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ കണ്ണുകൾ രണ്ടും നമ്മുടെ മുന്നിലോട്ട് തള്ളി വരണം. ഓക്കെ, ഇതെന്താണ്? ഇറ്റ് ഈസ് എ ഓർഗൻ സ്പെസിഫിക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഓർഗൻ സ്പെസിഫിക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ TSI, അതായത് ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഒരു ഓട്ടോ ഇമ്മ്യൂണോഗ്ലോബുലിൻ, അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടായി. അതെന്ത് ചെയ്യുന്നു? TSHന്റെ ആക്ഷനെ അങ്ങ് മിമിക് ചെയ്യുന്നു അല്ലേ? TSH എന്താണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് TSH എന്ന് പറയുന്നത്. ഇതിനു പകരം തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞ വേറൊരു ആൻറ്റിബോഡീസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആകുമ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ TSHന് പകരം വേറൊരു ആൻറ്റിബോഡി TSI എന്ന് പറയുന്നൊരു ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. അത് ഇതിൻ്റെ ആക്ഷനെ മിമിക് ചെയ്ത് അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് അടുത്ത് പോയത് വേഷം മാറി പ്രശ്നനായി തൈറോയ്ഡ് ഗ്ലാൻഡ് അടുത്ത് പോയിട്ട് പറയും കൂടുതൽ അങ്ങ് തൈറോയ്ഡ് T3 T4 ഉണ്ടാക്കിയേക്കാൻ. ഇത് കേട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് ഒത്തിരി അങ്ങ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഈ ഗ്രേവ്സ് ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വുമൺ ആർ മോർ അഫക്റ്റഡ്. പിന്നെന്താണ്? 30 to 50 years ഉള്ള ആളുകൾക്കാണ് ഇത് കാണുന്നത്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിനെതിരെ സ്പെസിഫിക് ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂണോഗ്ലോബുലിൻ പോയിട്ട് TSHന് പകരം TSH എന്ന് പറയുന്നത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അതിന് പകരം TSI അങ്ങ് പോയി ആക്ട് ചെയ്ത് കൂടുതൽ T3 T4 ഉണ്ടാക്കി. അങ്ങനെയാണ് ഇത് കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ തൈറോയ്ഡ് ഹോർമോൺ കൂടുതലായി വരുമ്പോൾ കണ്ണ് ഇങ്ങനെ പുറത്തോട്ട് തള്ളി വരും. എന്തുകൊണ്ടാണ്? കണ്ണിന് പിറകിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ആൻഡ് ഫൈബ്രസ് ടിഷ്യൂ, ഫാറ്റും ഫൈബ്രസ് ടിഷ്യൂവും പോയി കണ്ണിന് പിറകിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ എക്സോഫ്താൽമസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രേവ്സ് ഡിസീസ്. ഈ പിക്ചർ ഓർക്കണം. ഇറ്റ്സ് ഓൾസോ an ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഇത് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണമാകുന്ന ഡിസീസാണ് ഗ്രേവ്സ് ഡിസീസ്. സോ ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണം, അല്ലെങ്കിൽ കോസ് ഫോർ ഹൈപ്പർ തൈറോയിഡിസം എന്ന് ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞ് വരാം. ഹൈപ്പർ തൈറോയിഡിസം കാണുമ്പോൾ നിങ്ങൾ അറിയണം ഗ്രേവ്സ് ഡിസീസ്. നമ്മൾ ഹാഷിമോട്ടോസ് ഡിസീസ് എന്തിന് കാരണമാകുന്നു? ഹൈപ്പോ തൈറോയിഡിസത്തിന് കാരണമാകുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നോഡുലാർ ഗോയിറ്റർ വേറൊരു ഡിസോർഡറാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ കുഞ്ഞു കുഞ്ഞു നോഡ്യൂൾ, തൈറോയ്ഡ് ഗ്ലാൻഡിലെ 2 നോഡ്യൂളുകൾ ഓവർ ആക്റ്റീവ് ആയിട്ട് കൂടുതൽ T3 T4 പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻടോളറൻസ് ടു കോൾഡ് ആയിരുന്നു അവിടെ. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻടോളറൻസ് ടു ഹീറ്റ് ആണ്. അതായത് ഒരു മനുഷ്യൻ ഒരു ഫാൻ കൈ പിടിച്ച് നിൽക്കുന്ന ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കെല്ലാം അറിയാം എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങളെന്ന്. അദ്ദേഹത്തിൽ ഒരുപാട് മെറ്റബോളിസം, ഹൈ ഡിഗ്രി ഓഫ് മെറ്റബോളിസം ആണ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ബോഡിയിൽ ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് എന്താ? അദ്ദേഹത്തിന് ഇൻടോളറൻസ് ടു ഹീറ്റ്, അദ്ദേഹത്തിന് ചൂട് താങ്ങാനേ പറ്റില്ല, ബോഡി ഓൾറെഡി ചൂടാണ്. പിന്നെന്താണ്? ബൾജിങ് ഐസ്, നമ്മൾ പറഞ്ഞു എക്സോഫ്താൽമസ് ഉണ്ടാവും. തൈറോയ്ഡ് എൻലാർജ്മെന്റ് ഉണ്ടാക്കുന്ന ഓവർ ആക്റ്റീവ് ആണ് തൈറോയ്ഡ്. പിന്നെ ടക്കിക്കാർഡിയ, മെറ്റബോളിസം കൂടുതലാണ്. പിന്നെ BP കൂടും, വെയിറ്റ് ലോസ് ഉണ്ടാവും. എന്ത് തിന്നാലും തടി പിടിക്കില്ല. അപ്പോൾ ചില മെലിഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകൾ ഭയങ്കര വിശപ്പുമായിരിക്കും. തിന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
പിന്നെ ലോക്കലൈസ്ഡ് എഡിമ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പുറത്ത് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ആണ് കണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഡയേറിയാണ്. അപ്പോൾ ഇതാണ് തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്. എല്ലാവരും ഗോയിറ്റർ, പാൽപിറ്റേഷൻ ഉണ്ടാവും, ടെക്കിക്കാർഡിയ, എക്സോപ്താൽമസ്, ഹൈപ്പർ ടെൻഷൻ, ഹീറ്റ് ഇൻടോളറൻസ്, ഡയേറിയ. ഇപ്പോൾ 2 പിക്ചർ നമുക്ക് ഇന്ന് പഠിച്ച ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഈ 2 പിക്ചർ വെച്ചാൽ ഓർത്തെടുക്കാൻ പറ്റും. ഇൻടോളറൻസ് ടു കോൾഡ് ആണ് ഹൈപ്പർ തൈറോയിഡിസത്തിലെങ്കിൽ, ഇവിടെ ഇൻടോളറൻസ് ടു ഹീറ്റ് ആണ് അല്ലേ. എല്ലാം അതുപോലെ ഈ പിക്ചർ ഒന്ന് ഓർക്കുക. ഹൈപ്പർ ഹൈപ്പോ, ഹൈപ്പറിൽ ഫാൻ പിടിച്ച് കയ്യിലിരിക്കുന്നു, മറ്റേതിൽ പുതച്ച് കയ്യിലിരിക്കുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹൈപ്പർ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളത്. ഇനി പറയാനുള്ളത് ഇതിൻ്റെ മാനേജ്മെൻ്റ് ആണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെത് ഹൈ കാലറി ഡയറ്റ് ആണ്. ഒരുപാട് കലോറിന് കത്തി തീരുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈ കാലറി ഡയറ്റ് വേണം. മറ്റേതിനകത്ത് മെറ്റബോളിസം കുറവാണ്, കാലറി ഒട്ടും സ്പെൻഡ് ആവുന്നില്ല, അപ്പോൾ ലോ കാലറി ഡയറ്റ്. ഇവിടെ ഹൈ കാലറി ഡയറ്റ്. പിന്നെ ആൻറ്റി തൈറോയിഡ് മെഡിക്കേഷൻസ്, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കുറയ്ക്കാൻ വേണ്ടി ആൻറ്റി തൈറോയിഡ് മെഡിക്കേഷൻ കൊടുക്കുകയാണ്. പ്രൊപ്പൈൽ തയോയുറാസിൽ, മെത്തിമസോൾ, ഇതൊക്കെ ആൻറ്റി തൈറോയിഡ് മെഡിക്കേഷൻസ് ആണ്. പേര് ഓർത്ത് വെക്കുക, പ്രൊപ്പൈൽ തയോയുറാസിൽ, PTU എന്ന് പറയും. കൂടാതെ മെത്തിമസോൾ. പിന്നെ ഉള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ല്യൂഗോൾ സൊല്യൂഷൻ. ല്യൂഗോൾ സൊല്യൂഷൻ എന്താണ്? സ്റ്റേബിൾ സാച്ചുറേറ്റഡ് പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ ആണ്, SSKI. സ്റ്റേബിൾ സാച്ചുറേറ്റഡ് പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ ആണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ല്യൂഗോൾ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ നിറച്ചും അയഡിനാണ്. അപ്പോൾ ഓവറായിട്ട് ആക്റ്റീവ് ആയി വർക്ക് ചെയ്യുന്ന തൈറോയിഡ് ഗ്ലാൻഡിന് നമ്മൾ ഇത് പേഷ്യൻറ്റിന് കുടിക്കാൻ കൊടുക്കുമ്പോൾ ഈ അയഡിൻ പോയി അതിൻ്റെ ഓവർ ആക്ടിവിറ്റി ഒന്ന് കുറയ്ക്കും. അങ്ങനെ എക്സസീവായിട്ടുള്ള പ്രൊഡക്ഷനെ കുറയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ല്യൂഗോൾ സൊല്യൂഷൻ ഹൈപ്പർ തൈറോയിഡിസത്തിൽ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കും. ല്യൂഗോൾ സൊല്യൂഷൻ്റെ കണ്ടന്റ് എന്താണ്? പൊട്ടാസ്യം അയഡൈഡ് ആണ്. പൊട്ടാസ്യം അയഡൈഡ് അയഡിൻ ലൈനിൽ ലയിപ്പിച്ചിട്ടാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ ഇത് ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഓവർ ആക്ടിവിറ്റിയെ കുറയ്ക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് മാനേജ്മെൻറ്റ്. പിന്നെയുള്ള സിംറ്റമാറ്റിക് മാനേജ്മെൻ്റ് ആണ്. ടെക്കിക്കാർഡിയക്ക് പ്രോപ്രാനോൾ കൊടുക്കുന്നു, റേഡിയോ ആക്റ്റീവ് തെറാപ്പി നമ്മൾ കൊടുക്കുന്നു. തീരെ പറ്റുന്നില്ല, മാനേജബിൾ അല്ലെങ്കിൽ സർജിക്കൽ മാനേജ്മെൻറ്റ്, അതാണ് എന്ത്? തൈറോയിഡക്ടമി. ഓക്കെ, സോ ദീസ് ആർ ദ മാനേജ്മെൻറ്റ് സ്റ്റെപ്സ് ഫോർ ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ, ഇനിയുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറോയിഡ് സ്റ്റോം ആണ്. ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് തൈറോയിഡ് സ്റ്റോം. എന്താണ് തൈറോയിഡ് സ്റ്റോം? പേര് തന്നെ ഉണ്ട് തൈറോയിഡ് സ്റ്റോം. അതായത് ചില സമയങ്ങളിൽ തൈറോയിഡ് സർജറി, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ സർജറി സമയത്ത് ഈ സർജൻ തൈറോയിഡ് ഗ്ലാൻഡ് ഇങ്ങനെ കയ്യിൽ മെല്ലെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അപ്പുറത്തേക്കോട്ട് അല്ലേ. ഇത് കട്ട് ചെയ്യുന്ന പതുക്കെ ഒരു സ്ലോ പ്രോസസ്സാണ്. ആ സമയത്ത് തൈറോയിഡ് ഗ്ലാൻഡിലെങ്ങാനും കുറച്ച് പ്രഷർ അധികമായി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള തൈറോയിഡ് ഹോർമോൺ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുകയും അത് ഭയങ്കര കറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു റിയാക്ഷനിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? പേഷ്യൻ്റെ BP ഒത്തിരി കൂടും. അതായത് T3 T4 ഒത്തിരി ബ്ലഡിലേക്ക് കയറുകയാണ്. അപ്പോൾ T3 T4 ഒത്തിരി കയറി ഹൈപ്പർ പാരതൈറോയിഡിസം, പെട്ടെന്നുള്ള ഒരു ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകും. ചില പേഷ്യൻ്റ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ട്രീറ്റ് ചെയ്യാതിരിക്കുമായിരിക്കും. അതും കൂടിയാകുമ്പോൾ കൂടുതൽ പെട്ടെന്ന് തൈറോയിഡ് ഹോർമോൺ ബ്ലഡിൽ കൂടി ഈ പ്രശ്നം ഉണ്ടാകുന്നു. ചിലപ്പോൾ സിവിയർ ഇൻഫെക്ഷൻ ആൻഡ് സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാലും ഈ തൈറോയിഡ് ഇംബാലൻസ് ഉണ്ടായി ഹൈപ്പർ തൈറോയിഡിസം വളരെ പെട്ടെന്ന് ഉണ്ടാവുക. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ് ടെക്കിക്കാർഡിയ, ഹൈ BP, ഹൈ ബോഡി ടെമ്പറേച്ചർ. 102, 103, 104 ബോഡി ടെമ്പറേച്ചർ അങ്ങ് മുകളിലോട്ട് ഉയർന്നു പോകും. ടെക്കിക്കാർഡിയ ഓവർ 140, ഹൈ BP. ഇതാണ് തൈറോയിഡ് സ്റ്റോമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. മാനേജ്മെൻറ്റ് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ പേഷ്യൻ്റ് ഡെത്തായി പോകാൻ സാധ്യതയുണ്ട്. അവിടെ തൈറോയിഡ് ഉള്ള കണ്ടീഷനിൽ പേഷ്യൻറ്റിന് തൈറോയിഡ് മെഡിക്കേഷൻ കൊടുത്ത് മാത്രമേ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് മാത്രമേ തൈറോയിഡ് സർജറി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതിന് മാനേജ്മെൻറ്റ് എങ്ങനെ? ആൻറ്റി തൈറോയിഡ് മെഡിക്കേഷൻസ് തന്നെയാണ്. പ്രൊപ്പൈൽ തയോറാസിൽ, മെത്തിമസോൾ കൊടുക്കുക. പിന്നെ കൂടാതെ ട്രീറ്റ്മെൻറ്റ് ഓഫ് അണ്ടർലൈൻ കോസസ്, അതായത് ഇൻഫെക്ഷനോ മറ്റോ ആണെങ്കിൽ ആ ഇൻഫെക്ഷനെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. തൈറോയിഡിൻ്റെ ഹൈപ്പോതൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ പഠിച്ചു. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം അതിന് കോസസ് ആണ് എന്ത്? ഗ്രേവ്സ് ഡിസീസ്. ഹൈപ്പോ തൈറോയിഡിസം ആകുമ്പോഴാണ് എന്ത്? ഹാഷിമോട്ടോസ് ഡിസീസ് വരുന്നത്. കോസസ് ഓട്ടോഇമ്മ്യൂൺ കോസ്. പിന്നെ ഇതിൽ നമ്മൾ അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും പഠിച്ചു. മാനേജ്മെൻറ്റിൽ ല്യൂഗോൾ സൊല്യൂഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. SSKI ആണ്. പിന്നെ ആൻറ്റി തൈറോയിഡ് മെഡിക്കേഷൻസ്, പ്രൊപ്പൈൽ തയോയുറാസിലും പിന്നെ മെത്തിമസോൾ. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഒന്നിൽ ഇൻടോളറൻസ് ടു ഹീറ്റ് ആണ്, മറ്റതിൽ കോൾഡ് ആണ്. ഹൈപ്പർ തൈറോയിഡിസം ആണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്ന അത് കോസസ് ആയി വരുന്നത്.
ഹൈപ്പോതൈറോയിഡിസം ഹാഷിമോട്ടോസ് ഡിസീസാണ് അല്ലേ? ഇതൊക്കെ ഓർത്ത് പ്രത്യേകിച്ച് വെക്കേണ്ടതാണ്. ഒന്നിൽ മെറ്റബോളിസം, ഹൈപ്പോതൈറോയിഡിസത്തിൽ മെറ്റബോളിസം കുറഞ്ഞതിൻ്റെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഹൈപ്പർ തൈറോയിഡിസത്തിൽ മെറ്റബോളിസം വളരെ കൂടുതലായതിൻ്റെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.